സോഫ്റ്റ്വെയർ ഓണായി വരുമ്പോൾ നമുക്ക് ഇങ്ങനെ വന്നത്, ഇതെല്ലാം കാറ്റഗറീസ്, ഇതെല്ലാം പ്രൊഡക്റ്റിൽ നമുക്ക് ഇമേജ് ആഡ് ചെയ്തും ബില്ലടിക്കാൻ പറ്റും, ഇമേജ് ഇല്ലാതെയും ബില്ലടിക്കുക. നമ്മൾ സ്നാക്സിൽ ടച്ച് ചെയ്യുമ്പോൾ അതിലുള്ള ഐറ്റങ്ങളൊക്കെ എല്ലാം ബില്ലിലോട്ട് വരും. അതിൽ ടച്ച് ചെയ്താൽ അത് ബില്ലാവും. നമുക്ക് ഈ ഐറ്റത്തിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് ആഡ് ചെയ്യാനും മൈനസ് ചെയ്യാനും ഉള്ള ഓപ്ഷൻ ഉണ്ട്. സേവ് കൊടുത്താൽ ഇവിടെ അപ്ഡേറ്റ് ആവും. അതുപോലെ തന്നെ കാറ്റഗറീസ് ആഡ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്യാൻ പറ്റും. പ്രൊഡക്റ്റ് നമുക്ക് ഫുൾ അനുസരിച്ച് നമുക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്യാം. പിന്നെ ഇതിലുള്ള ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ടേബിൾ ആഡ് ചെയ്ത് നമുക്ക് ബില്ലടിക്കുക. ഓരോ ടേബിൾ എത്ര ടേബിൾ വേണമെങ്കിൽ ആഡ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഡൈനിങ്, ടേക്ക് അവേ, ഹോം ഡെലിവറി ഈ 3 ടൈപ്പിൽ ബില്ലടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ KOTക്കുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഇതിൻ്റെ റിപ്പോർട്ട് കാര്യങ്ങളെന്ന് പറയുന്നത്, ഇതിൽ റിപ്പോർട്ട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സെയിൽസ്, ബിൽസ്, ടാക്സ് ഫുൾ ഡീറ്റെയിൽസ് കിടക്കും. അതുപോലെ തന്നെ നമുക്ക് ക്യാഷ്, കാർഡ് എല്ലാ ഡീറ്റെയിൽസും കാണിക്കും. ഡൈനിങ്, ടേക്ക് അവേ, ഡെലിവറി, അതുപോലെ പ്രൊഡക്റ്റ് വൈസ് നമുക്ക് പ്രൊഡക്റ്റ് വൈസും എല്ലാ റിപ്പോർട്ടും നമുക്കിതിൽ കിട്ടും. മൊബൈലിൽ നമുക്ക് റിപ്പോർട്ട് കാണാനുള്ള ഓപ്ഷനുണ്ട്. പ്രൊഡക്റ്റ് ആഡ് ചെയ്യുകയാണെങ്കിൽ പ്രൊഡക്റ്റ് ആൻഡ് ടാക്സ് എടുക്കാം. അതിൽ ഐറ്റം ഉണ്ട്, കാറ്റഗറി ഉണ്ട്, ടാക്സ് ഉണ്ട്. നമ്മൾ പ്രൊഡക്റ്റ് ആഡ് ചെയ്യണമെങ്കിൽ പ്ലസ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പേര്, പ്രൈസ്, ഏത് കാറ്റഗറി നമ്മൾ സെലക്ട് ചെയ്ത് സേവ് കൊടുത്താൽ നമുക്ക് ആ പ്രൊഡക്റ്റ് ആഡ് ആവും. നമുക്ക് പ്രൊഡക്റ്റും കാറ്റഗറി ആഡ് ചെയ്യാനെല്ലാം സിമ്പിളാണ്. നമുക്ക് സിമ്പിളായിട്ടുള്ളൊരു സോഫ്റ്റ്വെയറാണ്.